ഉരിക്കാറുണ്ടോ? എന്താ? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോന്ന്. ചന്ത ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങും. അമ്മൊന്ന് മാർക്കി ഇതേപോലെ 10 പേരെ ചുറ്റും കൂട്ടിയിട്ട് മരുന്ന് അങ്ങോട്ട് കയ്യിലെടുക്കും. തൂത് മാത്രം ആക്കണ്ട, നളചരിതം മുഴുവൻ ആടിക്കണ്ട് രാവിലെ അമ്പലക്കുളത്തിൽ മുങ്ങി കുളിച്ച് തൊഴുത് നല്ല ചൂട് ഇഡ്ഡലിയും കാപ്പിയും കഴിച്ച് പുലർച്ചയ്ക്കുള്ള ആദ്യ വണ്ടിക്ക് പോവാ. രാമേന്ദ്ര, നീ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാറ്റയല്ലേ? റോട്ടി കിടക്കുന്ന പാറ്റ എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. രാമേന്ദ്ര, നീയല്ലേ പാറ്റയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് ശരിയാത്ത നീ അധികം നിർത്തടാ. റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട് പോയില്ല. മായാ മഹാദേവൻ. എന്താ അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായാ മഹാദേവൻ നല്ല ചേർച്ച ഉണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അന്ന് നീ തന്ന എഴുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിനക്കൊന്നും അറിഞ്ഞു. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. എന്റെ അമ്മേ. നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ. ഇതാ ഇങ്ങനത്തെ 3 ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയടാ, രോമം എഴുന്നേക്കുന്നത് കുഴപ്പമാവൂ. അതിപ്പോ ശരിയായിക്കോളൂ. അതല്ലേ, രാവിലെ മുതൽ നിന്നെ അന്വേഷിച്ച് കയറി ഇറങ്ങാൻ ഇനി ഒരു ബസ്സില്ല. ഞാൻ കണ്ടു. ഞാൻ നിന്നെ വിളിച്ചു. നീ ഉറക്കെ വിളിക്കാൻ വിളിച്ചെന്നെ തൊണ്ട പൊട്ടി. നീ അല്ലേ ആള്? നന്ദു എന്ന് പെതുക്കെ വിളിച്ചാണ്. നോക്കണം സാർ, ഈ കയ്യിലിരിക്കുന്ന കട്ടുമ്പോൾ ആനയേക്കാം, മനയെ പൂനയേക്കാം, പൂനയെ ചേനയേക്കാം മരുന്നിന്റെ മാസ്മര ശക്തികളാണ് സാർ. ഇരിക്കുമ്പോൾ നിൽക്കണമെന്ന്, നിൽക്കുമ്പോൾ ഇരിക്കണമെന്ന്, കിടക്കുമ്പോൾ തകരപ്പാട്ടിൽ വിളിക്കുന്ന ശബ്ദം. ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പ? ഇപ്പോഴാടാ നീ ഒരു നായകനായത്. പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. ഒരു നാരണ, ഒരു 10 പൈസ, ഒരു 50 കാശ് എനിക്ക് വേണ്ടിയല്ലേ? അള്ളാഹു അക്ബറിന് വേണ്ടി, ശ്രീനാരായണ ഒരു സ്വാമിക്ക് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കളിയാണ്, പൊളിയാണ്, ചതിയാണ്, വഞ്ചനയാണെന്ന്. രഹസ്യ രോഗമുള്ളവർക്ക് പരസ്യമായിട്ട് കടന്നു വരാം. ആലപ്പി, അരിമലി, കുറുന്തോട്ട്, കാസർഗോഡ്, കോടനാട് മുതലായ വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കിറങ്ങി ഞങ്ങളുടെ പ്രചരണമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരിക്കുകയാണ്. കൈവിടല്ല സാറേ. എന്റെ ഹനി, ഞാൻ കൊന്നിട്ടില്ല.